ഹലോ ഗൈസ്, അപ്പോൾ ഞാനിത് 3 ഐറ്റം ഒരേ ഒരു പാല് പൊരിച്ചത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് 3ഉം അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ എടുത്തത് 500 ml പാലാണ്. പാല് പാക്കറ്റ് പൊട്ടിച്ച് ഒരു കടായിലേക്ക് ഒഴിക്കുക. ഒരു അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചാൽ മതി. എന്നിട്ട് അതിലേക്ക് ഒരു 3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 സ്പൂണ് കോൺഫ്ലവറാണ് മെയിൻ. പിന്നെ നമ്മളുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ പാൽപ്പൊടി ഇല്ലായിരുന്നു, അപ്പോൾ അതാണ് ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത്. എന്നിട്ട് പിന്നെ ഇതന്നെ പണി, ഇളക്കി കൊടുക്കുക, നന്നായിട്ട് ഇളക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ, അത് മറന്നു പോകരുതേ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്ന ശേഷം നമുക്കിങ്ങനെ കാണാം, അതിങ്ങനെ കട്ടിയായി മാറി വരുന്നത്. പക്ഷേ എന്നാലും നിർത്തരുത്തിട്ട് ഇളക്കുന്നത്. നന്നായിട്ട് കട്ടിയായിട്ട് നമ്മളെ സ്പാച്ചുലയിൽ നിന്ന് വിട്ടു പോരാനൊരു മടി കാണിക്കണം, അതാണ് പാകം. അങ്ങനെ അത് റെഡി ആയി കഴിഞ്ഞ് ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ഗ്ലാസ് ട്രേയിലേക്ക് മാറ്റാൻ കേട്ടോ. ഈ ഗ്ലാസ് ട്രേ തന്നെ വേണമെന്നില്ല കേട്ടോ, എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ്. നമ്മളൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലായാലും മതി. അതിലേക്ക് കുറച്ച് ബട്ടറോ ഒക്കെ തേച്ചിട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ഒന്ന് പരത്തി എല്ലാ സൈഡിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഒഴിച്ചത് അതേ ഷേപ്പിൽ തന്നെ അതായിപ്പോവും. അങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം നമുക്കത് ഫ്രീസറിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ള കോലാണ് ഇട്ടത്. കണ്ട, ഫുൾ സെറ്റായിട്ട് നമ്മൾ ഹലുവ കഷ്ണം പോലെ മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. കണ്ട, ഇതിൻ്റെ പീസ് കണ്ടില്ലേ, നമ്മൾ വായിൽ വെച്ചാൽ അലിഞ്ഞു പോണ പോലത്തെ കഷ്ണമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ 3 ഐറ്റം ഉണ്ടാക്കിയില്ല, അതിൽ ആദ്യത്തെ ഐറ്റം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ ഒരു കോഴിമുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് പൊതിഞ്ഞെടുത്തിട്ട് നമ്മൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതിട്ടിട്ട് പൊരിച്ചെടുക്കണം. അതാണ് ഫസ്റ്റ് ഐറ്റം. ഇത് എണ്ണയിൽ മുക്കി പൊരിച്ചെടുത്താൽ വേറെ ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് നമ്മൾ മീനൊക്കെ പൊരിക്കുന്നത് പോലെ പൊരിക്കാനാണ് കേട്ടോ ചെയ്തത്. മറിച്ചിട്ടാണ് പൊരിച്ചത്. എല്ലാ സൈഡും ഒന്ന് വേവണം കേട്ടോ. പിന്നെ അടുത്ത ഐറ്റം ഇതാ ഇങ്ങനെയാണ് ചെയ്തത്. നമ്മളെ കോക്കനട്ട് പൗഡർ ഇല്ലേ, നമ്മളെ തേങ്ങാപ്പാൽപ്പൊടി ഒന്ന് എല്ലാ സൈഡിലും ആക്കി കൊടുത്ത് വെക്കുന്ന കേട്ടോ. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോൺഫ്ലവർ ഒന്ന് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കിയിട്ട് പൊരിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ 3 ഐറ്റം റെഡിയായി. ഞാൻ എന്താ കഴിച്ച് നോക്കി, നല്ല ചൂടായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. വീണ്ടും എൻ്റെ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.